മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ AICC നിരീക്ഷകരോട് പരാതി പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മുസ്ലിം ലീഗിന് വലിയൊരു അതിർത്തി നേരിടുന്ന രീതിയിലാണ് മാത്യു കുഴൽനാടന്റെ പ്രസ്താവന. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിലാണ് മുസ്ലിം ലീഗിന് അതൃപ്തി പറഞ്ഞത്. ഇങ്ങനെ പറയാനൊരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ഘടക കക്ഷികളുടെ മന്ത്രിസ്ഥാനത്തിൽ കോൺഗ്രസ് ഇടപെടാത്തത് പോലെ കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഘടക കക്ഷികൾ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ശരിയായ കാര്യം തന്നെയാണ്. മാത്യു കുഴൽനാടൻ പറഞ്ഞത് ഒരു കാര്യം മാത്രം കറക്റ്റാണ്. മുഖ്യമന്ത്രി പദവി അത് പലരും അവകാശപ്പെടുന്നത്, KC വേണുഗോപാൽ അവകാശപ്പെടുന്നുണ്ട്, രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നുണ്ട്, VD സതീശൻ അവകാശപ്പെടുന്നുണ്ട്. ഒറ്റ മുഖ്യമന്ത്രി സ്ഥാനമുണ്ട്, 3 പേരുമാണ്. ഇതിൽ ആരൊക്കെ അഭിപ്രായപ്പെടേണ്ട എന്ന് പറയാനുള്ള അവകാശം കോൺഗ്രസിലെ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ സംശയമാണ്. എന്ത് തന്നെയാണെങ്കിൽ ചേരിതിരിഞ്ഞ KCയുടെയും VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയൊക്കെ ചേരിതിരിഞ്ഞ പ്രവർത്തകർ അടിയുണ്ടാക്കുന്നതും ഇപ്പോൾ നിത്യമായിട്ടുള്ള ഒരു കലാരൂപം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് UDFന്റെ രണ്ടാം ഘടകകക്ഷി കൂടിയായ മുസ്ലിം ലീഗിനോട് ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാത്യു കുഴൽനാടന്റെ ഈ പ്രസ്താവന ശരിയായ ഒരു കാര്യം തന്നെയല്ലേ? കാരണം കഴിഞ്ഞ ദിവസം തങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതായത് എന്താണ്, മുഖ്യമന്ത്രി ചർച്ചയിൽ ഞങ്ങളെ കൂടി വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്നൊരു വാർത്ത. അവസാനമായിട്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഹൈക്കമാൻഡിന്റെ ഈ ഒരു ചർച്ചയിൽ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം എന്തിനാണ് അവിടെ? ഈ ഒരു ക്വസ്റ്റ്യൻ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ, അല്ലേ? എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF മാത്രമായിട്ട് വിജയിച്ചതല്ലല്ലോ, അതിന്റെ കൂടെ മുസ്ലിം ലീഗും കൂടി ഉണ്ടല്ലോ. മുസ്ലിം ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ UDF ഇല്ല എന്ന് ഇപ്പോഴുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മുസ്ലിം ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ജീവനാഡിയാണ്. ഈ ജീവനാഡി ആയിരിക്കുന്നവർ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു പെരുമാറ്റം കാണിക്കുന്നത് ലീഗിനെ കുറച്ചൊന്നും അല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓരോരോ പ്രാവശ്യം വിജയിക്കുമ്പോൾ, അത് 2011 UDF അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് അബ്ദുറബ്ബാണ്, മുസ്ലിം ലീഗാണ്. അതിനെ ചൊല്ലിയും ഒരുപാട് തർക്കങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഒരിക്കലും മുസ്ലിം ലീഗിന്റെ കയ്യിൽ കൊടുക്കരുത് എന്ന ഒരു വർത്തമാനവും ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയാണ്. കാരണം അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജിക്കണം എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം അബ്ദുറബ്ബിന്റെ കാലഘട്ടത്തിൽ പഠിച്ചു വന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, യഥാവിധം പാഠപുസ്തകം ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല ഓൾ പാസ് ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ട് നേരാം വണ്ണം പേര് പോലും എഴുതാൻ അറിയാത്ത പിള്ളേരാണ് പാസ്സായത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് പറയും. വിജയശതമാനം മാത്രം കൂട്ടുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷമാണ് ഓരോ വർഷം കഴിയുന്നവരും SSLCയിലെ വിജയ സാധ്യത അല്ലെങ്കിൽ വിജയ ശതമാനം വൻതോതിൽ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു മാർക്കറ്റിന്റെ വില പോലും അല്ലല്ലോ ഇത്രമേൽ കൂടേണ്ടത്. കാരണം ഒരു വിദ്യാഭ്യാസമാണ്. കാരണം ആ ഒരു പിള്ളേര് പഠിച്ചു വരുന്നത് നേരാവണ്ണം ഒരാളുടെ പേര് പോലും എഴുതാൻ അറിയാത്ത പിള്ളേര് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ആ 10ാം ക്ലാസ്സിന്റെ ഒരു പവിത്രത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ പോയാലും പാസ്സാകും എന്നൊരു മൈൻഡായി ഇപ്പോൾ 10ാം ക്ലാസ്. കാരണം പണ്ടൊക്കെ 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയാണ്. പക്ഷെ ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് പറയുന്നത് നിസ്സാരം എന്നൊരു വാക്കിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണക്കാരൻ അബ്ദുറബ്ബ് തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ്. കാരണം ആ ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടാണ്, അതായത് ഓൾ പാസ് എന്ന സമ്പ്രദായം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടു തുടങ്ങിയത് അബ്ദുറബ്ബിന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ പലർക്കും പുസ്തകം യഥാവിധം കിട്ടിയിട്ടില്ല, കോപ്പി എടുത്ത് തന്നെയാണ് പഠിച്ചിരുന്നത്. പിന്നെ അതേപോലെ അതായത് നമുക്ക് മുന്നേ പാസ്സായി പോയ ആളുകളുടെ പുസ്തകമൊക്കെ കടമെടുത്തിട്ടാണ് പിള്ളേരന്ന് പഠിച്ചിരുന്നത്. ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കടിപിടി കൂടരുത്, കാരണം അത് നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അതൃപ്തി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ ഒരു കാര്യം പറഞ്ഞത്, മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തങ്ങളെ കൂടെ ക്ഷണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ തങ്ങളെ കൂടി ക്ഷണിക്കും, തങ്ങളുടെ ഭാഗം കൂടി കേൾക്കും എന്നൊരു ഭാഗം പറഞ്ഞപ്പോൾ അതിനെതിരെ തീരെ പിടിക്കാത്ത ഒരു രീതിയിലാണ് കുഴൽനാടൻ സംസാരിച്ചത്. ഇതെല്ലാം കാണുന്ന ജനങ്ങൾക്ക് എത്രത്തോളം അസംതൃപ്തി വന്നിട്ടുണ്ടാകും. അവർ വിജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസിന്റെ അത്ര പവിത്രമായ ശക്തമായ രാഷ്ട്രീയം കൊണ്ടൊന്നും അല്ല കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്.
കാരണം 10 വർഷം ഭരിച്ചു മുടിച്ച കേരളത്തിൽ CPM-കാരോടുള്ള അമർഷമാണ് കോൺഗ്രസിന് വോട്ടായി കിട്ടിയത്. ഈ ഒരു അമർഷത്തെ ഇവർ വോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് UDF-ന്റെ വിജയം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് UDF-ന്റെ അകമടി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജനതയല്ല ഇന്ന് കേരളത്തിലുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ല രീതിയിൽ പോരാടുക. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഈ മാത്യു കുഴൽനാടൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ വിജയാഘോഷത്തില് ആടിന്റെ തലയെടുത്തപ്പോൾ ഒരു വാക്കുപോലും പ്രതികരിക്കാതിരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലല്ലേ പ്രതികരണശേഷി നമ്മുടെ നേതാക്കൾ തന്നെ കൊണ്ടുവരേണ്ടത്. ആ ഒരു സമയത്ത് ഒന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ മാത്രമാണ് എല്ലാവരും പ്രതികരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇടം വലം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ മുഖ്യമന്ത്രി കസേര ആരിയ്ക്കും എന്ന രീതിയിലാണ് അടി. ഇതിപ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് എണ്ണുന്നതിന് മുന്നേ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടേ ഈ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി കോൺഗ്രസിൽ അടിയാണ്, RC അടിയാണ്, VD അടിയാണ്, അതേപോലെ തന്നെ KC വേണുഗോപാൽ അടിയാണ്. ഇവരൊക്കെ അടി കണ്ടിട്ടാണ് ഈ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. കാരണം വിജയം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ പിന്താങ്ങുന്നത് VD സതീശനെയാണ്. എന്നാൽ ഹൈക്കമാൻഡ് ഇപ്പോൾ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും കോൺഗ്രസിലെ ഭൂരിഭാഗം MLA-മാരും പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു റിസൾട്ടിന്റെ അതൊക്കെ, അതായത് ഒരു രഹസ്യമായിട്ട് അതീവമായിട്ട് സൂക്ഷിച്ച ഒരു പകർപ്പ് സമൂഹ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും പ്രമുഖ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചിരിക്കുന്നത് ഇപ്പോൾ KC വേണുഗോപാലിനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ RC-ക്കാണോ KC-ക്കാണോ VD-ക്കാണോ എന്ന് ഈ മുഖ്യമന്ത്രി കസേര ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു തർക്കങ്ങളിൽ കോൺഗ്രസ് പെട്ടുപോയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ, അതായത് UDF-ന്റെ ഘടകകക്ഷികൾ ഏറ്റവും പ്രധാനമായിട്ടതാണ്. അവരെ പിണക്കിയിട്ട് ഉള്ള ഒരു മുന്നോട്ട് പോക്ക് UDF-ന് അത്ര സുഗമമായിട്ട് യാത്രയാവുകയില്ല എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണെങ്കിൽ മാത്യു കുഴൽനാടിനെതിരെ മുസ്ലിം ലീഗിന്റെ ബാനറൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. കരിയോയിലൊക്കെ ഒഴിച്ച സംഭവമൊക്കെ നമ്മൾ കടന്ന കഥയാണ്. എന്ത് തന്നെയാണെങ്കിലും അധികാരമോഹമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര എന്ന് ഇപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഇതൊക്കെ കണ്ടിരിക്കുന്ന ജനങ്ങൾ, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ തലയിൽ കൈവെക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളായിട്ട് തന്നെ വരുത്തിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ള, അതായത് ഈ ഞായറാഴ്ച അറിയാം യഥാർത്ഥത്തിൽ ശരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത്. KC ആകുമോ VD ആകുമോ? അതായത് VD സതീശൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷം ആളുകൾ പാർട്ടി വിട്ട് പോകാൻ തന്നെ സന്നദ്ധരാണ്. കാരണം ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് VD സതീശനൊപ്പമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ താഴത്ത് VD എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി കമന്റുകൾ നമ്മൾക്ക് കാണാം. പക്ഷെ KC-യും RC-യുടെയും കമന്റ്സ് ഒന്നും അത്രയും നമുക്ക് വരുന്ന കണ്ടില്ല. കാരണം അത്രയേറെ ജനങ്ങളുടെ ഒരു വികാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലത്തെ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് പൂർണ്ണ പിന്തുണയുള്ളത് നമ്മുടെ VD സതീശന് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളത് ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം മാത്യു കുഴൽനാടൻ പറഞ്ഞ പോലെ ഈ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനത്തില് ആര് വേണമെന്നുള്ളത് കോൺഗ്രസ് ഒരിക്കലും ഇടപെടാൻ പോയിട്ടില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കണം. ഈ ഒരു സാഹചര്യത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത് കുറച്ചെങ്കിലും ഒരു അർത്ഥവത്തമായ കാര്യം തന്നെയാണ്. കാരണം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്പേസിൽ മറ്റാരും കടന്നു വരാത്ത സ്ഥിതിക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനം ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി അഭിപ്രായം പറയേണ്ട ആവശ്യം ഘടകകക്ഷികൾക്കുമില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ മാത്യു കുഴൽനാടനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് യാതൊരു നിവൃത്തിയില്ല. കാരണം ഘടകകക്ഷികൾക്ക് അവരുടെ മന്ത്രിസ്ഥാനം ആര് ഭരിക്കണം, ഏത് വകുപ്പ് ഭരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാമെങ്കിൽ അതിൽ UDF, അതായത് കോൺഗ്രസ് കൈകടത്താത്തത്രോളം കാലം കോൺഗ്രസിന്റെ അതായത് പ്രഥമ പദവിയായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആ ഒരു ചർച്ചയിൽ മുസ്ലിം ലീഗും കൈകടത്തേണ്ട അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞായറാഴ്ച അവസാനിക്കും ഈ ഒരു മുഖ്യമന്ത്രി യുദ്ധം. നമുക്ക് കണ്ടു തന്നെ അറിയാം കേരളത്തിൽ എന്താകുമെന്ന്.